ബോളിവുഡ് താരങ്ങൾ നിറയേണ്ട വിവാഹവേദിയിൽ നടനായ വരൻ മഹാക്ഷയെ തേടി പോലീസ് എത്തിയപ്പോൾ അച്ഛനും പഴയകാല ബോളിവുഡ് നായകനുമായ മിഥുൻ ചക്രവർത്തി ഞെട്ടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് മഹാക്ഷയ്ക്കെതിരെ യുവതി നൽകിയ പരാതി. പീഡനക്കേസിലെ പ്രതിയാണ് വരനെന്നറിഞ്ഞതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി വധുവീട്ടുകാർ മടങ്ങി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയായപ്പോൾ അലസിപ്പിക്കാനുള്ള മരുന്ന് നൽകിയ ശേഷം മുങ്ങിയെന്നുമാണ് മിഥുൻ ചക്രവർത്തിയുടെ മകൻ മഹാക്ഷയ്ക്കെതിരെയുള്ള പരാതി. ഈ കേസിൽ ഡൽഹി കോടതി മഹാക്ഷയ്ക്കും അമ്മ യോഗ്യത ബാലിക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പോലീസ് അന്വേഷിച്ചെത്തിയതോടെയാണ് വിവാഹത്തലേന്ന് വധുവീട്ടുകാർ കാര്യമറിഞ്ഞത്. ഇതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇന്നലെ ഊട്ടിയിലെ ആഡംബര ഹോട്ടലിലായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. മുൻകൂർ ജാമ്യം തേടി ബാലിയും മഹാക്ഷയും ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യാഴാഴ്ച ഉത്തരവിട്ടതോടെ ഇരുവരും ഡൽഹി കോടതിയിലേക്ക് നീങ്ങി. അവിടെ പ്രത്യേക ജഡ്ജി അശുതോഷ് കുമാർ ഇരുവർക്കും ജാമ്യം അനുവദിച്ചു. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇരുവരും ഒളിവിൽ പോകാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇരുവർക്കുമെതിരെ കേസെടുക്കാൻ വേണ്ടത്ര തെളിവുണ്ടെന്ന് ഡൽഹി കോടതി കഴിഞ്ഞയാഴ്ച നിരീക്ഷിച്ചിരുന്നു. തുടർന്നാണ് ഇവർ മുൻകൂർ ജാമ്യം തേടിയത്. ഡൽഹി കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും വരെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി തള്ളിയതോടെ ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറെടുത്തു വരികയായിരുന്നു. അപ്പോഴാണ് ഡൽഹി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി 4 വർഷത്തോളം തന്നെ പീഡിപ്പിച്ചുവെന്നാണ് മഹാക്ഷയ്ക്കെതിരെ യുവതി നൽകിയ പരാതി. താൻ ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിക്കുന്നതിനായി മഹാക്ഷ മരുന്ന് കഴിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. മകനുമായുള്ള ബന്ധം തുടർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ബാലി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതിയുടെ പരാതിയിലുണ്ട്. ബാലിയും മഹാക്ഷയും ഭീഷണിപ്പെടുത്തിയതോടെ തനിക്ക് മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് താമസം മാറ്റേണ്ടി വന്നതായും യുവതി പറയുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.